ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താ പറയുക, കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഫണ്ണി എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തില്ലേ ഈ മേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ബോധമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതായത് പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന പരിപാടിയേ ഇല്ലായിരുന്നു. നമ്മൾ പൗഡർ യൂസ് ചെയ്യും, അതേപോലെ കൺമഷിൻ്റെ കൺമഷി യൂസ് ചെയ്യും. ഇത് മാത്രമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ ഇവിടുന്ന് എടുത്ത് പിന്നിടുക, ഇതായിരുന്നു ഹെയർ സ്റ്റൈലും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഡാൻസിൻ്റെ പ്രോഗ്രാംസ് വരുന്ന സമയത്ത്, അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മേക്കപ്പ് ചെയ്യണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്താണെന്നറിയോ, ഇതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു പിടുത്തവും ഇല്ല. ചെറിയ കുട്ടികളാകുന്ന സമയത്തെ ഒരു അറിവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അന്ന് അധികമായിട്ട് മേക്കപ്പ് ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹം സഫലമാകുന്നത് എപ്പോഴാണെന്നറിയോ, നമുക്ക് എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ്. അന്ന് ഹെവി ആയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളും കണ്ടൊക്കെ ഇങ്ങനെ വലുതാക്കി എഴുതിയിട്ടും ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു ദിവസം കൂടിയായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഫേസിലിടുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത് കേട്ടോ. പക്ഷെ അത് വാങ്ങിക്കാനോ പറയാനോ എന്താണ് സാധനം എന്നൊന്നും പറയാനോ ഒരു അറിവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ നമുക്ക് എന്താ പറയുക, ഇവിടെയൊക്കെ ചുവന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം. പക്ഷെ എൻ്റെ പേരെന്താണെന്ന് അറിയില്ല, എവിടുന്ന വാങ്ങിക്കുക എന്താ എങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മുഖത്ത് ഇവിടെയൊക്കെ ചുവന്നിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഇത് ശരിക്കും ആരാണ് എനിക്ക് പറഞ്ഞത് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. നിങ്ങളിൽ പല ആളുകളും ചിലപ്പോൾ ഇതുപോലെ ചെയ്തിട്ടും ഉണ്ടാകും കേട്ടോ. ഈ സാധനം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പേപ്പറിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്, കണ്ടോ. നല്ല എന്താ പറയുക, നമുക്കിത് ഡാർക്ക് കളറിലും അതേപോലെ ലൈറ്റ് ആൻഡ് ഷെയ്ഡിലും എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇത് എന്താ സാധനം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് പെട്ടെന്നൊന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം വേണ്ടത് പൗഡറാണ് കേട്ടോ. ഞാനിവിടെ പോൺസിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക. പിന്നെ ഏതെങ്കിലും സിന്ദൂരം, കുങ്കുമം എന്നൊക്കെ പറയുമല്ലോ, ആ സാധനമാണ് ഇവിടെ എടുക്കുന്നത്. കാരണം നമ്മൾ പൊട്ട് തൊടൂലേ, ആ ഒരു സാധനമാണ് കേട്ടോ എടുക്കുന്നത്. ഒരുപാട് വേണ്ട. നമ്മളിതിൽ കുറച്ച് പൗഡറിലേക്ക് ഒരു 2-3 പൊടി ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് വിരൽ വെച്ചിട്ട് അല്ലെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അതായത് സിന്ദൂരത്തിൻ്റെ കണ്ടോ അവിടെ ഇവിടെയൊക്കെ തെറിച്ച് കിടക്കുന്നുണ്ട്, അതെല്ലാം തന്നെ ഈ പൗഡറിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. കണ്ടോ കളറ് മാറി മാറി വരുന്നത് കണ്ടോ. അപ്പോൾ അത് റെഡ് കളർ ആയതുകൊണ്ട് തന്നെ പൗഡറിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ നിറം അങ്ങനെ മാറി മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ ഷെയ്ഡ് നോക്കിയതിന് ശേഷം ലൈറ്റ് കളർ മതിയെങ്കിൽ ഈ ഒരു ഷെയ്ഡ് മതിയെങ്കിൽ ഇത് തന്നെ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇനി അതല്ല കുറച്ചുകൂടി കളർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി സിന്ദൂരം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഓവർ കളറായി പോയി എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, കുറച്ച് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ലൈറ്റൻ ചെയ്തെടുത്താൽ മതി. കണ്ടോ ഞാനിങ്ങനെ നോക്കിയാണ് കേട്ടോ സിന്ദൂരം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. കയ്യില്ലേ, നമ്മുടെ കയ്യിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പൗഡർ കയ്യിൽ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, കറക്റ്റ് ഡാർക്കാണോ ലൈറ്റാണോ എന്നുള്ള കാര്യമൊക്കെ. ഇത് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ബ്ലഷ് പോലെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് പൗഡർ അല്ലെങ്കിൽ കോമ്പാക്റ്റ് ഒക്കെ അല്ലേ, അന്ന് അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര പെട്ടെന്ന് റെഡിയാക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമായത് കാരണം ഇങ്ങനെയായിരുന്നു ചെയ്യാറുള്ളത്. ചെറിയ ഡാൻസിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മേക്കപ്പ് ചെയ്യാനൊന്നും ആരും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഈ ഒരു ഐറ്റം ആയിരുന്നു ഏറ്റവും കൂടുതൽ ചിലവായിട്ടുണ്ടായിരുന്നത്. കണ്ടോ കയ്യിൽ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിൽ ഇതേപോലെ ആക്കി കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു റെഡ് കളർ, ഒരു പിങ്ക് കളറിൽ നമുക്കിത് കിട്ടുന്നത്. ബ്ലെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഷെയ്ഡ് കറക്റ്റ് മനസ്സിലാകും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. കുറച്ച് സിന്ദൂരം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കുക എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ നമ്മുടെ
ബ്ലഷ് അല്ലെങ്കിൽ റോസ് പൗഡർ. ഇതിന് പണ്ട് പറയുന്ന പേര് റോസ് പൗഡർ എന്നായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഇത് കാണുന്ന പല ആളുകൾക്കും ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ അറിയുണ്ടാകും, അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളെ ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പണ്ടത്തെ ആ ഒരു മെമ്മറീസ് ഇവിടെ എടുക്കുകയാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ലേ, ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് എത്രത്തോളം നല്ലതാണെന്നൊന്നും എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. എന്തായാലും ഞാനിത് ഇന്നിവിടെ ട്രൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പഞ്ഞിയില്ലേ, പഞ്ഞി ഇങ്ങനെ ഇതിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ എന്തായാലും കൈ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ എൻ്റെ മിറർ എടുക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ ഫേസിൽ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട്, പണ്ട് അങ്ങനെയാണല്ലോ, പൗഡർ യൂസ് ചെയ്യും, അതിനുശേഷമാണ് ഈ സാധനം ഫേസിലിടുക. അപ്പോൾ ഞാൻ ഏതായാലും പൗഡർ എടുക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പോൺസിൻ്റെ പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് എടുക്കാം, വളരെ കുറച്ച് എടുക്കാം കേട്ടോ. അയ്യോ പരന്നു സംഭവം, ഇത് പൊട്ടൊന്നുമല്ല, ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, ഞാനതൊന്ന് മായ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാനത് പൗഡർ കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, മിറർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ മടിയിൽ ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്, കാണുന്നുണ്ടോ, കാലിങ്ങനെ വെക്കുന്നുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കയ്യിലെടുത്തേ. കണ്ടു. ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പണ്ട് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ബ്ലഷ് ചെയ്തതും, അതേപോലെ തന്നെ എന്തെങ്കിലും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ പേരറിയാം, ബ്ലഷ് എന്നൊക്കെ അറിയാം. പക്ഷെ അന്ന് അത് അറിയില്ല കേട്ടോ. എന്തെങ്കിലും ഡാൻസിൻ്റെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, സ്റ്റേജ് പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ മേക്കപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ഈ ഒരു സംഭവം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂലോ, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെയായിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടോ, മുഖം നന്നായിട്ട് തന്നെ കളർ ഇനിയിപ്പോൾ അധികമായി പോയാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിതിൽ കുറച്ചുകൂടി പൗഡർ ആഡ് ചെയ്തിട്ട് അത് ലൈറ്റൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തെ ഒരു റെഡ് കളറും ഈ ഭാഗത്ത് നോർമലായിട്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അന്നത്തെ മേക്കപ്പിൻ്റെ എന്താ പറയുക, എക്സ്പേർട്ടായിട്ടുള്ള റോസ് പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. അപ്പം നമുക്ക് ഇത് ഞാനിവിടെ വെക്കുന്നുണ്ടേ. ഇനി ഇവിടെയും കൂടി ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, കുറച്ചെടുത്താൽ മതി കേട്ടോ. നിങ്ങൾ വിരൽ വെച്ച് ചെയ്യുന്ന സമയത്ത് വിരലിലൊക്കെ ഈ ഒരു റെഡ് കളർ ഉണ്ടാകും കേട്ടോ. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. മേക്കപ്പിൻ്റെ ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. നന്നായിട്ട് തന്നെ നല്ലൊരു ഷെയ്ഡ്, ഒരു പിങ്ക്, ഒരു നാച്ചുറൽ പിങ്ക് കളറിൽ നമുക്കിത് കിട്ടുന്നതാണ്. എവിടേക്കാണോ ബ്ലഷ് വേണ്ടത് അല്ലെങ്കിൽ റെഡ് കളർ, പിങ്ക് കളർ വേണ്ടത് അവിടെയൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് എന്താ പറയുക, ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രഷില്ല, അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫേസിലും മൂക്കിലും താടീൻ്റെ താഴെയും ചുണ്ടിൻ്റെ താഴെയൊക്കെ ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊരു നോർമൽ ഒരു എന്താ ആർട്ടിഫിഷ്യൽ ലുക്കിലല്ലാതെ ഒരു നോർമൽ പിങ്കിഷ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മൂക്കിൻ്റെ 2 ഭാഗത്തും മൂക്കിൻ്റെ മേലെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാക്കിയിട്ട് ഒരു നോർമൽ പിങ്ക് ഷെയ്ഡിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് തന്നെ റോസ് പൗഡർ അല്ലെങ്കിൽ ബ്ലഷ് ഞാൻ ഇനിയിപ്പോൾ അതല്ല കോമ്പാക്ട് പൗഡറിനോ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം, അത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫേസ് ഒന്ന് ബ്ലഷ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ പണ്ട്, അതായത് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു മേക്കപ്പിന് വേണ്ടിയിട്ടൊക്കെ ഈ സാധനം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഓർമ്മ വന്നത്, പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നതായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, റോസ് പൗഡർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാലോ എന്ന് ഓർത്തപ്പോഴാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ
അപ്പോൾ എന്താ പറയുക, ഒരു തട്ടിക്കൂട്ട് പരിപാടികളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഇത് അറിയുണ്ടാകും. എന്നാലും എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് എടുക്കണം തോന്നിയിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ സബ്ജക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അവരെ കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ പുതിയ ഒരുപാട് മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഫാമിലിയിലേക്ക് സ്വാഗതം. ഇനി നിങ്ങൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.